ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഈ മീൻ വെച്ചിട്ടൊരു കിടിലൻ കറിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് കുയിൽ എന്നാണ് ആ മീൻ കൊണ്ടുവരുന്ന ആൾ പറഞ്ഞത്. ഏകദേശം കട്ട്ല മീനിനെ പോലെ ഉണ്ട് കേട്ടത്. ആ മീൻ ഇവിടെ വൃത്തിയാക്കി പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇത് വറുത്തരച്ചാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു 10-12 ചെറിയ ഉള്ളി വേണം. അത് ഞാനിവിടെ റെഡിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത്യാവശ്യത്തിന് പുളി വേണം. അതിന് ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് നമുക്ക് വേണ്ടത്. ഇത്രയും വലിപ്പത്തിലുള്ള പുളി നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിയിടാം. ഞാൻ നേരത്തെ അങ്ങനെ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ പുളി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അതിനെ പിഴിഞ്ഞ് ഇതുപോലൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൺചട്ടിയിൽ മീൻ കറി വെക്കുകയാണെങ്കിൽ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊരു മൺചട്ടിയിലാണ് ഇന്ന് ഈ കറി ഉണ്ടാക്കുന്നത്. ഇനി ഈ പുളിവെള്ളത്തിലേക്ക് 5 പച്ചമുളക് കീറിയിടാം. അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഇത് തന്നെ മതിയാവും കേട്ടോ. കാരണം ഇനി ഇതിലേക്ക് മുളക് പൊടിയും കുരുമുളകൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ എന്നിവ ഇട്ട് കരിയാതെ ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായി വറുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും മാറ്റി വെച്ചിട്ടില്ലേ, അതിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ തേങ്ങ വറുക്കാൻ. പിന്നെ ഇതിലേക്ക് അത്യാവശ്യം കറിവേപ്പില വേണം. കറിവേപ്പിലയുടെയും വലിയ ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ സ്മെല്ല് ഒന്നിച്ച് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക. അപ്പോൾ നമുക്കിത് കരിയാതെ ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം സിമ്മിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ എടുക്കട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും മതി. ഇനി ഇവിടെ തേങ്ങ നന്നായി ചൂടായിട്ടുണ്ട്. ഈ മസാലപ്പൊടികളൊക്കെ നമുക്ക് ഈ തേങ്ങയിലേക്കിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അതും സിമ്മിലിട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് കിട്ടില്ല. ഈ മീൻ കറിയിൽ മുളക് പൊടി കുറഞ്ഞു പോയോ എന്നുള്ള സംശയമൊന്നും വേണ്ട. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള കറി തന്നെയാണ്. നമ്മളിതിൽ പച്ചമുളകും കുരുമുളകൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. പോരാത്തതിന് ഇനി ഉള്ളി വറുത്തിടുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കറി കാണാനും ഒരു ഭംഗി ഉണ്ടാവും, കറിക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ ഇത് ഓക്കെ ആയി. ഇനി ഇത് തണുക്കാൻ വെക്കാം. ഇപ്പോൾ തേങ്ങ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരയ്ക്കാം. നമ്മുടെ പുളിയും പച്ചമുളകും ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി ഈ തേങ്ങ അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുളിയിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അരച്ചെടുക്കാം. ഇവിടെ പുളിയിൽ കിടന്ന് പച്ചമുളകൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നത്. ശരിക്കും ഈ മീൻ കറി ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. എന്നാൽ ടേസ്റ്റ് കൂടുകയും ചെയ്യും. ബാച്ചിലേഴ്സിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം ലാഭിക്കാം. അപ്പോൾ തേങ്ങ ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ചുകൂടെ വെള്ളം ചേർത്ത് വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കറി തിളച്ച് വരുന്നുണ്ട്. ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായി തിളയ്ക്കട്ടെ. ഇനി കറി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീൻ ചേർക്കേണ്ടത്. അതിനു മുൻപ് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ തീ കൂട്ടി വെക്കണം. അപ്പോൾ മീൻ ചേർത്ത് കഴിഞ്ഞ് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് പതുക്കെ കിടന്ന് വേവട്ടെ.
ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ആയിട്ടോ. മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് വറുത്തൊഴിക്കാം. അതിന് നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് 1-1.5 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, 2-3 ഉണക്കമുളക് പൊട്ടിച്ചത്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഈ സ്പെഷ്യൽ മീൻ കറിക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ എണ്ണയിൽ നോക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലും കിട്ടും. നമ്മുടെ കറി കാണാനും ഭംഗിയുണ്ടാവും. നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മീൻ കറി ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ, പത്തിരിയുടെ കൂടെ, വെള്ളപ്പത്തിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനുള്ള കറിയാണ്. കൂടുതൽ കോമ്പിനേറ്റ് ചെയ്യണത് കൈപ്പത്തിരിയുടെ കൂടെയാണ് കേട്ടോ. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മീൻ കറി വയ്ക്കുമ്പോൾ ഇങ്ങനെയേ വയ്ക്കൂ. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ. താങ്ക് യു.